ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് അനുമോളും നെവിനും എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, ഇത്രയും ദിവസത്തെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തപ്പെട്ട 2 വ്യക്തികൾ നിങ്ങളാണ്, അനുമോളും നെവിനും. നിങ്ങൾ 8 പ്രാവശ്യമാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും കുറവ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷിനെയാണ്. അനീഷ് 5 പ്രാവശ്യമാണെന്ന് പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത്, നിങ്ങളെ ഈ 8 പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിട്ടും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രേക്ഷക പിന്തുണ ഒറ്റൊന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രേക്ഷകരോട് ഇപ്പോൾ നന്ദി പറയാം എന്ന് പറയുന്നു. ഓരോരുത്തരായിട്ട് വന്ന് നന്ദി പറയാൻ പറയുന്നു. അപ്പോൾ അനിമോളാണ് ആദ്യം വരുന്നത്. അപ്പോൾ അനിമോൾ പറയുന്ന, എൻ്റെ വീട്ടിൽ ആദ്യം ബിഗ് ബോസിനോടും എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർക്കൊന്നും ഞാൻ ബിഗ് ബോസ് ഹൗസിലോട്ട് വരുന്നതിൽ യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു 9 വർഷം കൊണ്ട് എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർ എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിലും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരും, എന്നെ കൈപിടിച്ചുയർത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ആ ഒരു പ്രേക്ഷകർ ഇപ്പോഴും എന്നെ ഇവിടം വരെ എത്തിച്ച്, പിന്നെ പ്രേക്ഷകർക്ക് എൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂടെ കാണിക്കണമല്ലോ, അതും കൂടെ ഉള്ള ഒരു ഇതായിട്ട് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കരുതിയത്. അങ്ങനെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ദേഷ്യം വന്നാൽ എങ്ങനെയാണ്, സ്നേഹം വന്നാൽ എങ്ങനെയാണ് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകളൊക്കെ അവരുടെ കുടുംബത്തിലെ ഒരംഗം പോലെ അവർ ക്ഷമിക്കുമെന്നും എനിക്കറിയാം. അപ്പോൾ അവരുടെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഇനിയും പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന്. അതുകൊണ്ട് എന്നെ ഇതുവരെ നിർത്തിയതിന് ഒരുപാട് നന്ദി ആണ് അനിമോൾ പറഞ്ഞത്.